ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ഉണ്ടാക്കുകയാണ്. നെയ്ച്ചോറിന് ഒന്നിച്ചെല്ലാം കഴിക്കാനുള്ള നല്ല ടേസ്റ്റ് ആയിട്ട് ചിക്കൻ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം. നമ്മൾ ഫസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കുറച്ച് കഴിഞ്ഞ് വരുന്ന സമയത്ത് അടുത്തതായിട്ട് കുറച്ച് 5 പീസ് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എരിവനുസരിച്ചിട്ട് നിങ്ങൾക്ക് പച്ചമുളക് കൂട്ടോ കുറയ്ക്കോ ചെയ്യാൻ ഞാനിപ്പോൾ 5 എണ്ണം എടുത്തിട്ടില്ലോ. പച്ചമുളക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നീരുള്ളിയും കരിയാമ്പലും ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങൾ നീരുള്ളി എന്ന് പറയും, ഞങ്ങൾ സവാള എന്ന് പറയും. ഇതൊന്ന് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റണം. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചിക്കനിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ കുറച്ച് വേണമെങ്കിൽ നോക്കിയിട്ടാൽ മതി. അടുത്തത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നീരുള്ളി ആയിട്ട് മിക്സ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഒരു മഞ്ഞൾ മണം പോകുന്ന വരെ ഇളക്കി കൊടുക്കാം. അടുത്തത് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ്. ഒരു പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. അടുത്ത നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മറ്റേ എരിവുള്ളത് 2 ഇട്ട് കൊടുക്കാം. എരിവനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. മറ്റേ മുളക് കാശ്മീരി കുറച്ചധികം ഇട്ട് കൊടുക്കാം. കളറല്ലേ ഉള്ളൂ. ഞാൻ 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാശ്മീരി. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1 സ്പൂണ് മുളക് പൊടി ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. ഇട്ടിട്ടുണ്ട്. അടുത്ത നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ശരിക്കും ഇതാക്കേണ്ടത് നമ്മളെ ചീഞ്ചട്ടി, അതായത് ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി അല്ലെങ്കിൽ ഉരുളി അങ്ങനത്തെ പാത്രത്തിലാണ്. നമ്മൾ ശരിക്കും ഒരു റോസ്റ്റ് പോലെ ആയി കിട്ടും. ഇവിടെ അങ്ങനത്തെ പാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇലാക്കുന്നത്. ചിക്കൻ എല്ലാം ഇട്ടതിന് ശേഷം ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ വെള്ളം വേറെ വെള്ളം എക്സ്ട്രാ കൊടുക്കാൻ വേണ്ട. ഈ വെള്ളം തന്നെ ഉള്ളിൻ്റെ വെള്ളം തന്നെ ഇങ്ങനെ കുറച്ച് അതായത് വെള്ളം വരുന്നതിനനുസരിച്ചിട്ട് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എനിക്കൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ ഇതിലേക്ക് ഒരു 3 തക്കാളി അരച്ച് ചേർത്തിട്ടുണ്ട്. അത് ആ പൊടികളിൽ ഇട്ടതിന് ശേഷമാണ് ചേർത്തത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇടണം. എനിക്ക് പറയാൻ മറന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.